ചില ആളുകൾക്ക് ചില റെക്കോർഡുകൾ കിട്ടുമ്പോൾ നമ്മൾ ആ റെക്കോർഡുകളെ കുറിച്ച് അന്വേഷിക്കും, കാരണം അത് വലിയ കാര്യങ്ങളായതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ചിലത് അതേ റെക്കോർഡിന്റെ ചെറിയ പീസുകൾ കാണും. ചില വലിയ കാര്യങ്ങളുടെ ഒരു മിനിയേച്ചർ എന്ന് പറയുന്നത് പോലെ എൻ്റെ ഒരു ഊഹത്തിന് നസീർ സാർ ഓഫ് കോഴ്സ് ഉണ്ട്, സുകുമാരി അമ്മ, തമിഴിലെ മനോരമ, അല്ലെങ്കിൽ മലയാളത്തിലെ ജഗതി ചേട്ടൻ, നാഗേഷ് എന്ന് പറയുന്ന തമിഴ് നടൻ, ഇങ്ങനെ കുറച്ച് പേർ മാത്രമാണ് പ്രധാനികളിൽ 1000 സിനിമ പൂർത്തിയാക്കിയിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് ഇപ്പൊ സിനിമയിൽ വരുന്ന ഒരാൾക്കോ സിനിമകളിലുള്ള ആളുകൾക്കോ ഒക്കെ 1000 സിനിമ എന്ന് പറയുന്നത് ഇനി എത്തിപ്പിടിക്കാൻ പറ്റാത്ത, കാരണം അതെ. അന്ന് 25 ദിവസത്തിൽ ഒരു പടം തീരുമെങ്കിൽ ഇന്ന് ഒരു സിനിമ 125 ദിവസത്തിലാണ് തീരുന്നത്. അതെ, ഇനി അത് അതെ. എത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് പാട്ടെടുക്കാൻ തന്നെ പിന്നെ, പിന്നെ. വേണം. വരും സാധ്യമല്ല. അങ്ങനെ 1000 സിനിമകളിൽ അഭിനയിച്ച ഒരാൾ, അതിൽ ബഹുഭൂരിപക്ഷവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ നസീർ സാറിനോടൊപ്പമുള്ള സിനിമകളാണ്. പടയാളിയായും ഭടനായും പോസ്റ്റ്മാനായും സഹായിയായും അതെ. വില്ലന്റെ സംഘത്തിലും കൂട്ടുകാരന്റെ സംഘത്തിലും ഒക്കെ ആയി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ഒരാൾ, അദ്ദേഹത്തെ കൂടെ ഞാൻ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. 1000 സിനിമകളിൽ അഭിനയിച്ച ഒരാൾ 1000-ൽ ഒരുവൻ. 1000-ൽ ഒരുവൻ വരികയാണ് പ്രിയപ്പെട്ട പുന്നപ്ര അപ്പച്ചൻ. ആദ്യത്തെ പടം തന്നെ ഷിയാമി നാസിർ സാറുടെ പടത്തിലാണ് ഞാൻ അഭിനയിച്ചത്. ഏത് പടമായിരുന്നു? ഉദയനന്റെ മകൻ. ഉദയനന്റെ മകൻ. ഓ, അതിലെന്തായിരുന്നു? ഞാൻ ഒരു പഠനായിരുന്നു. വടൻ. ഓ, അത് ശരി. ശ്രീരാമ അന്ന് എന്തോരം പടം നിൽക്കുന്നല്ലേ, അങ്ങനെ നോക്കാനാ. അന്ന് വിജയശ്രീ ഡാൻസ് ചെയ്യുകയാണ്. ആ ആ സമയത്ത് സത്യൻ സാറ് ചോദിക്കുകയാണ് ഏതാണ് ഈ തരുണിമണി എന്ന്. ഉം. അപ്പോൾ മണവാളൻ ജോസഫൻ അറിഞ്ഞുകൂടാ, അതുകൊണ്ട് എന്നോട് ചോദിക്കുന്നു. അപ്പം ഞാൻ പറയുന്നു അറിഞ്ഞുകൂടെ, ഇതാണ് കാവിൽ ചാത്തോത്തെ കുങ്കിയമ്മ. ഓ, അതാണ് ഫസ്റ്റ് ഡയലോഗ്. Dialogue. ഫസ്റ്റ് ടൈറ്റിൽ ശരി, okay. ഓക്കെ ആയി. അത് കാരണം ആ സമയത്ത് ശാരംഗവാണി സാർ എന്ന് പറഞ്ഞു, ഡയലോഗ് ഒന്നും ഇല്ലാത്ത വേഷമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിൽ പറഞ്ഞു ആർക്ക് വേണം ഡയലോഗ്? സത്യൻ സാറിന്റെ നസീർ സാറിന്റെ ഇവിടെ നിൽക്കാൻ വരുന്നത് എനിക്കെന്തിനാ ഡയലോഗ്? അപ്പച്ചൻ ചേട്ടനിലേക്ക് ഇത്രയും നമ്മൾ 1000 പടം എന്നൊക്കെ പറഞ്ഞ് ഞാനുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നത് മലയാളികൾ മുഴുവൻ നോക്കണത് ഇത് ആരുടെ 1000 പടം കഴിഞ്ഞാൽ നസീർ സാറിന്റെ നാട്ടിൽ ഒരു സ്വീകരണം കൊടുത്തിട്ടില്ലേ? കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു അതിന്റെ വകുപ്പ്? അതിന്റെ വകുപ്പ് സാറിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളെന്ന് പറയുന്നത് പുന്നപ്ര സെന്റ് ജോസഫ് സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിൽ വെച്ച് തന്നെ ഒരു സ്വീകരണം കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സാറിനെ കാണുമ്പോഴൊക്കെ പറയും, സാർ പുന്നപ്ര ഒന്ന് വന്ന് ഒരു സ്വീകരണം ഏറ്റുവാങ്ങണം. ഭയങ്കര തിരക്കും അഭിനയിച്ച് നടക്കുന്ന സാറിനെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പം ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പച്ച ഞാൻ ഒരു ദിവസം വരാം എന്ന് പറഞ്ഞു. എനിക്കൊരു സാമ്രാജ്യം മുഴുവൻ വെട്ടിപ്പിടിച്ചൊരു സന്തോഷമായിരുന്നു. മാതൃഭൂമി സ്റ്റഡി സർക്കിളിൻ്റെ ആഭിമുഖ്യത്തിൽ അതിൻ്റെ സംഘാടകനായിട്ട് നിന്നത് ഞാനായിരുന്നു. അപ്പോൾ അതിൻ്റെ സംഘടിപ്പിച്ച് വന്നപ്പോഴാണ് ബുദ്ധിമുട്ട് കഴിയുന്നത്. കാരണം എന്തെല്ലാം പ്രയാസം നടത്തിയാലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏതായാലും ഞാൻ ഇറങ്ങി പുറപ്പെട്ടു എന്ന് വിചാരിച്ച് ഞാൻ നടത്തി. അവസാനം ചെറുതായിട്ടൊക്കെ സംഭാവനയൊക്കെ സ്വീകരിച്ചെങ്കിൽ ആരും ഒന്നും കാര്യമായിട്ടും തന്നില്ല. അതൊരു റേഷൻ നടത്തിക്കൊണ്ടിരുന്ന ഞാൻ 3000 രൂപ കൂടെ തികച്ചാണ് ഈ കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചത്. പക്ഷെ അത് ആ 3000 കയ്യിൽ നിന്ന് പോയി. പക്ഷെ പോകട്ടെ, പക്ഷെ ഒരു കാര്യം അറിയണം അപ്പച്ചൻ ചേട്ടാ. അത്രയും വലിയ ഒരാളിനെ കൊണ്ടുവരാൻ സാധിച്ചത് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഷാ ഇന്റർനാഷണൽ ഷൂട്ടിംഗ് നടക്കുകയാണ് കൊല്ലത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പച്ച പറ്റുകയാണെങ്കിൽ നാളെ എനിക്ക് വരാൻ സൗകര്യപ്പെടുമെന്നൊരു ഡേറ്റ് നേരത്തെ പറഞ്ഞു. അപ്പം ഞാൻ അതിന് മുമ്പേ ചെന്ന് അവിടെ താമസിച്ചൊരു ബെൻസ് കാറൊക്കെ അറേഞ്ച് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ ഒരു നല്ല വണ്ടി കൊണ്ടുവരണമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പോന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നീടാണ് അറിയുന്നത് ഈ സ്വീകരണത്തിന് സമയത്ത് അദ്ദേഹം കോൺഗ്രസ് പാർട്ടി ചേരാൻ പോകുന്ന ഒരു സംവിധാനം പറഞ്ഞിരുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് എതിരായി. പുന്നപ്രയാണെങ്കിൽ വിപ്ലവത്തിൻ്റെ നാള്. അപ്പോൾ അങ്ങനെ എതിരായപ്പോഴത്തേക്ക് അവരെന്ത് തീരുമാനിച്ചു, കരിങ്കൊടി കാണിക്കണമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ ഗൗരവം മുഴുവൻ പോയി. എനിക്കാണെങ്കിൽ പ്രയാസം കൊണ്ട് കൂടി, കാരണം ഞാൻ കൊണ്ടുവരുന്ന സമയം ഇത്രയും കാര്യമായിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും സ്വീകരണം നടത്തി കരിങ്കൊടി കരിങ്കൊടി കാണിച്ചു പറഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായാലും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കണക്ക് ചെറുതായിട്ടൊക്കെ ഒരാൾ താമസം തളിക്കാത്തുള്ളതുകൊണ്ട് വേണമെങ്കിൽ സ്വീകരണം കോർഡിനേറ്റ് ചെയ്ത ആദ്യത്തെ രക്തസാക്ഷി ഞാനായി തീരാം. ഞാൻ അവസാനം പോലീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു വിജിലൻസ് DYSP വർഗീസ് മാത്യു സാർ. ഞാനൊരു ദിവസം ചെന്ന് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സ്വീകരണം സംഘടിപ്പിക്കുന്നുണ്ട്, ആര് നസീർ സാർ വരുന്നോ, വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. കാരണം അവർക്കൊന്നും പ്രതീക്ഷയില്ല പുന്നപ്ര സ്ഥലത്ത് അദ്ദേഹം വരിക എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നുണ്ട്,
ഈ പറഞ്ഞൊരു കുഴപ്പം പറ്റി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരിങ്ങനെ ഒരു കാര്യം ആലോചിച്ചിരിക്കുകയാണ്. അത് ശരിയല്ലല്ലോ. ഞാൻ ശരിയല്ലെന്ന് തന്നെയല്ല, പത്മശ്രീ കിട്ടിയ ആളാണ് നസീർ സാർ, അങ്ങനെ പറയാൻ കൂടെ തോന്നി എനിക്ക്. അപ്പം പത്മശ്രീ കിട്ടിയ നസീർ സാറിനെ കുരം കൊണ്ട് കാണിച്ചാൽ രാഷ്ട്രത്തെ അവമാനിക്കുന്ന തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞു. അത് വളരെ ശരിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു 2 വണ്ടി മദ്രാസ് പോലീസിന് ഇറക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എത്ര പോലീസിന് ഇറക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കൊല്ലം കഴിഞ്ഞ് അടുത്ത ആയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പച്ച ഞാൻ അവിടെ വരുമ്പോൾ ആദ്യമായിട്ട് എന്താണ് പറയേണ്ടത്? അങ്ങനെ ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞു ഇത് വിപ്ലവത്തിൻ്റെ നാടാണ് സാർ. അപ്പോൾ അവിടെ വരുമ്പോൾ ഞാൻ ഇവിടുത്തെ അനശ്വരരായ രക്തസാക്ഷികളെ ഓർമ്മിക്കുകയാണ് എന്നങ്ങ് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് സന്തോഷമായി, സാറിന് സന്തോഷമായി. ഇവിടെ വന്നിറങ്ങി ഒരുപാട് നാളായിട്ട് പുന്നപ്ര അപ്പച്ചൻ പറയുന്നതാണ്, ഇവിടെ പുന്നപ്ര വരണം, എനിക്ക് ഭാഗ്യമുണ്ടായി, ഈശ്വരാനുഗ്രഹമാണെന്ന് കരുതുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം സംസാരിച്ചത് പറഞ്ഞു. ഞാൻ ആദ്യം ഓർക്കുന്നത് ഇവിടുത്തെ അനശ്വരരായ രക്തസാക്ഷികളെയാണ്. കയ്യടിയുടെ ബഹളം എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞില്ല. കരിങ്കുടി ഒന്നും കാണിച്ചില്ല, സന്തോഷമായിട്ട് കയ്യടിയുടെ പൂരം. കാരണമൊക്കെ കാര്യംകൂടി കാണിക്കാന്ന് പറഞ്ഞില്ല. അങ്ങനെയൊന്നും നസീർ സാറിനൊന്നും ഒരു ആള് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. പറഞ്ഞിട്ടുണ്ടാവും അപ്പച്ചൻ ചേട്ടനോടെന്നുള്ളതിനപ്പുറം അല്ല, ചെയ്തിട്ടുണ്ടാവില്ല. പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ കണ്ടതാണ്. അന്നത്തെ ദിവസം തന്നെ ഇവർ ഇതും കൊണ്ടൊക്കെ വരുന്നത്. നമ്മളോ മറ്റോ ആന്നോ കരിങ്കൊടി കാണിച്ചത്? അപ്പം അതിനൊക്കെ വലിയ പാരയായി പോയത്. അതുപോലെ എനിക്ക് എൻ്റെ ഈ ഒരു പാട്ടിനെ കുറിച്ചുള്ള ഇതാ ജീവിതത്തിലൊരു വലിയ ആഗ്രഹമായിരുന്നു. മദ്രാസിൽ വന്നപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ട് പഠിക്കണം എന്നുള്ളത്. അപ്പം ഒരാൾ പരിചയപ്പെടുത്തണം സ്വാമിയെ. ഞാൻ ആലോചിച്ചു. ഇപ്പം പിന്നെ നമ്മുടെ വിജയ ഗാർഡനിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ട് അപ്പോൾ അവിടെ ഒരു റെക്കോർഡിംഗ് തിയേറ്ററുണ്ട്. അപ്പോൾ സ്വാമിയുടെ ഒരു പാട്ട് അവിടെ റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ സ്വാമിയുണ്ട്. അപ്പോൾ ഞാൻ നസീർ സാറിനോട് പറഞ്ഞു, ബാസിയോട് പറഞ്ഞു, എന്നെ ഒന്ന് നിങ്ങൾ പരിചയപ്പെടുന്ന ഒരു നല്ല ആൾ പരിചയപ്പെടുത്തുന്നുണ്ട്, സ്വാമി അറിയാമല്ലോ. അങ്ങനെ ആദ്യമായിട്ട് സ്വാമിയെ പരിചയപ്പെടുത്തി, നസീർ സാർ പരിചയപ്പെടുത്തി പാട്ട് പഠിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ആദ്യം സ്വാമി ചോദിച്ചു, സിനിമയിൽ പാടാനാണോ അതോ കച്ചേരി നടത്താനാണോ? സിനിമയിൽ പാടാണെങ്കിൽ പഠിക്കണ്ട, കച്ചേരിക്കാണെ പഠിപ്പിക്കാം. അങ്ങനെ ഒരു വലിയ കാര്യം എൻ്റെ ജീവിതത്തിലെ ഒരു ആഗ്രഹം സാധിച്ചു. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ ഇപ്പം എന്തായാലും ഷീലാമ്മയുടെ സാന്നിധ്യമാണ് നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഷീലാമ്മയ്ക്കും കൂടെ വേണ്ടി ചേച്ചി ഒരു പാട്ടും കൂടെ പാടിയാൽ ഗംഭീരമാവും. ഏത് പാട്ടാ ഷീലാമ്മയ്ക്ക് ഇഷ്ടം? ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം, അതായത് ഭാര്യമാർ സൂക്ഷിക്കുക നിങ്ങൾ ആദ്യമായിട്ട് അഭിനയിച്ച പടം. അതെ അതെ അതെ. അതിൽ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സ്വാമി പാട്ടായിരുന്നല്ലോ മ്യൂസിക് ഡയറക്ഷൻ. അതെ. ശ്രീവാരൻ തമ്പി സാർ എഴുതിയ പാട്ടാണ് ആ പാട്ട് അത് തന്നെ പാടിക്കോളൂ. ഓക്കെ. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുന്ന ജീവരാഗം, നീലവനിലലിയുന്നു ദാഹമേഘം, നിന്നിലലിയുന്ന ജീവമേഘം, ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുന്ന ജീവരാഗം. വേറൊരുത്തന്റെ ഭാര്യയെ നോക്കി പാടുന്ന പാട്ടാണിത്. ആ ഇയാളുടെ ഭാര്യയല്ല, വേറൊരുത്തന്റെ ഭാര്യ നോക്കി പാടുന്ന പാട്ട്. വേറൊരാളുടെ ഭാര്യയോട് കുറച്ചുകൂടെ കൂടുതൽ പ്രണയം തോന്നാം. തോന്നാല്ലേ? അല്ല, കുഞ്ചേട്ടൻ എത്രയും നേരം ഒന്നും മിണ്ടാത്ത പാട്ട് കേട്ടാൽ നമുക്ക് തോന്നും. കുഞ്ചേട്ടൻ അന്ന് ഇത്തിരി പാട്ടൊക്കെ ഉള്ള ആളാണല്ലോ അല്ലെ? പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്, പക്ഷെ പാട്ട് പറയാനേ നോക്കൂ. പറയുന്ന പരിപാടികളേ ഉള്ളൂ. ഓ, അത്രേ ഉള്ളൂ. ഷീലാമ്മ പേര് ഷീല. ഞാൻ ജീവിതത്തിൽ എനിക്ക് അറിയാത്തതെന്നാണ് ഇനിയൊരു കാര്യം അറിയാമോ? അതായത് ഒരു 100-300 പാട്ടുകൾ ഞാൻ നസീർ സാറുമായിട്ട് പാടിയിട്ടുണ്ടെന്ന് തോന്നി, എനിക്കറിയില്ല. കാതിന്റെ അടുത്തും മൂക്കിന്റെ അടുത്തും ഒക്കെ വന്ന് ഇവിടെ ഇങ്ങനെ ഒരുപാട് പാടിയിട്ടുണ്ട്. പക്ഷെ അങ്ങേര് ഇതുവരയ്ക്കും ശബ്ദമായിട്ട് പാടിയിട്ടേ ഇല്ല, ചുണ്ടു മാത്രമേ അനങ്ങിയിട്ടുള്ളൂ. ഈ ലിപ്പ് പിടിക്കുന്നത് പാടാതെ ചുണ്ടു കൊടുത്തിട്ട് ഞങ്ങളൊക്കെ പാട്ട് വന്നില്ലെങ്കിൽ അതിന്റെ കൂടെ ചേർന്നങ്ങ് പാടും. ശബ്ദം നന്നായിരിക്കുന്ന ശബ്ദത്തിലെങ്കിൽ പാടും. പക്ഷെ അങ്ങേരെ ശബ്ദം ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. എന്റെ കാതിന്റെ അവിടെയും ഇവിടെയൊക്കെ തല വെച്ചൊക്കെ പക്ഷെ ഇതുവരെയും കേട്ടിട്ടില്ല. ഈ ശബ്ദം പുറത്തേക്ക് എടുക്കാതെ ലിപ്സിങ് ചെയ്ത് പാടുന്നത് ഇത്തിരി പാടാ. ഇവിടെയൊക്കെ അനങ്ങും, ഇവിടെയൊക്കെ അനങ്ങും. പാടും കേട്ടോ, പാടും. പാടില്ല, പാടത്തേയില്ല, ഞാൻ കേട്ടിട്ടില്ല ഇത് പറയുമ്പോ കേട്ടില്ലേ. പിന്നെ അദ്ദേഹം ഈ ലിപ്സിങ് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് കയ്യോ കൈകൊണ്ട് പാട്ടിലെ ലിറിക്കൽ സ്വരമൊക്കെ പാടാറില്ലേ? സ്വരം പാടുന്നു. സ്വരമൊക്കെ തെറ്റാതെ പാടുന്നില്ലേ? സ്വരം ഒച്ചെടുക്കാതെ ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി ഇരുന്ന് ആൾക്കൂട്ടത്തിലിരുന്ന് പിന്നെ
സ്വർഗനന്ദിനി സ്വപ്ന വികാരണിയൊക്കെ അതെ, അതെ. ഇരുന്ന് ദൈവമേ, കയ്യൊക്കെ പിന്നെ. ഒക്കെ എടുത്ത് അല്ല കൂട്ടുകാരുടെ എല്ലാം നല്ല പാട്ടുകളല്ല അന്നത്തെ സിനിമയിലെല്ലാം പാട്ടുകളെല്ലാം നല്ലതാണ്. നമ്മളെപ്പോഴും അർജുൻ മാഷും ഓർക്കുന്ന പാട്ടുകളാണ്, മറക്കുന്ന പാട്ടുകളെല്ലാം പിന്നെ പിന്നെ ഗംഭീര പാട്ടുകൾ. ഒരു പരിധി വരെ നമ്മളിപ്പോ മധുസാർ നേരത്തെ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞ് നമ്മൾ ഇരുട്ടിന്റെ ആത്മാവിനെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും ഈ നിത്യഹരിത നായകൻ അല്ലെങ്കിൽ ഇപ്പൊ ഷീലാമ്മ ഇവരെയൊക്കെ നമ്മൾ ഓർക്കുന്നതിനകത്ത് പാട്ടുകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. സീനുകള് നമ്മൾ സീനുകൾ എടുത്ത് ഓർക്കുന്നതിനേക്കാളും എത്രയോ കൂടുതലാണ് പാട്ടും ആ പാട്ടിന്റെ വരികളും കാണാപ്പാടമായിരിക്കുന്നത്. അതെ അതെ എല്ലാവരും ഓർക്കുന്നതും വരുന്നതെല്ലാം. നമുക്ക് പാട്ടുമായി ബന്ധപ്പെട്ടൊരു ചെറിയ വീഡിയോ കാണാം. പ്രേം നസീർ സാറ് അനന്തപുരിയുടെയും കേരളത്തിന്റെയും മൊത്തം മലയാളികളുടെ, ലോകത്തുള്ള മൊത്തം മലയാളികളുടെയും അഭിമാനമാണ്. പ്രേം നസീർ സാറിന്റെ ഒരുപാട് ആരാധകരാണ് ഞങ്ങളെല്ലാവരും. അതായത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് തന്നെ ഞങ്ങൾ തറയിലിരുന്ന് കണ്ട ചരിത്രമുണ്ട്. കപ്പലിന്റെയും കുറിച്ച് ചെറിയ ചെറിയ പാഠപുസ്തകങ്ങളിൽ പാട്ടും നോക്കി ഞങ്ങൾ അങ്ങനെ അന്നത്തെ കുട്ടിക്കാലം എന്ന് വെച്ചാൽ അത് ഇന്ന് സങ്കല്പിക്കാൻ പറ്റില്ല. ഇന്നത്തെ എല്ലാ പിള്ളേർക്കും ടി വി മറ്റു കാര്യങ്ങളായി. ഞങ്ങളുടെ ഓരോരോ, അതായത് ഞങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഓരോ പഴയ പാട്ടുകൾ ഇന്ന് ഞങ്ങളുടെ മനസ്സിൽ തത്തിക്കളിയത്. അതായത് മുല്ലപ്പൂം പല്ലിലോ മുക്കൂട്ടി കവിളിലോ അല്ലിമലർമിഴിയിലോ ഞാൻ മയങ്ങി ഏനറിയില്ല ഏലമലർക്കാട്ടിലെ മലങ്കുറവാ. അതുപോലെ ഇനിയും പോയിട്ടുണ്ടല്ലോ നമുക്ക്. നീലഗിരിയുടെ സഖികളെ ജ്വാലമുഖികളെ. ഇത് ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് അദ്ദേഹം 2 പാട്ട് പാടിയതാണെങ്കിലും ഇങ്ങനെ ചോദിച്ചാൽ ഓരോ മലയാളിക്കും എത്രയോ പാട്ടുകൾ ഓർക്കാനും പറയാനും പാടാനും ചെയ്തു വെച്ചിട്ടാണ് നസീർ സാർ പോയിരിക്കുന്നത്. അതുമല്ല, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, കുഞ്ചൻ ചേട്ടൻ ചിലപ്പോൾ അറിയില്ല. അതായത് മലയാളി മദ്യപിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു 10-40 വർഷം പുറകോട്ട് വിട്ട് 2 പാട്ടെടുത്തോണ്ട് വരും പാടാൻ. മലയാളി എന്ന് ഉദ്ദേശിച്ച ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാക്കിയൊക്കെ എല്ലാം ഓക്കെ. പക്ഷെ മദ്യപിച്ച് കഴിഞ്ഞിരുന്ന് പാടുമ്പം ഒരു പഴയ പാട്ട് അവിടെ വരിക സ്ഥിരമാണ്. ഞാൻ കുഞ്ചേട്ടനെ തന്നെ കുറിച്ച് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷെ സ്ഥിരമാണെന്ന് പറഞ്ഞപ്പോ കുഞ്ചേട്ടനെ നാട്ടുകാർ സംശയിക്കാൻ അങ്ങനെ ഉണ്ട്. എന്നെ തുടർന്ന് അതല്ല, നസീർ സാറിന്റെ ഒരു നല്ല മനസ്സിനെ കുറിച്ച് ഞാൻ പറയാം. സിനിമയിൽ വളരെ വല്ലപ്പോഴാണ് ഒരു സിനിമ കിട്ടുന്നത്, അതിനകത്ത് വളരെ തുച്ഛമായ ശമ്പളം. അപ്പം ഞാൻ ബോംബെ എന്ന് കുറച്ച് ബെഡ്ഷീറ്റ് കൊണ്ടുവന്നു, ഒരു 10-12 ബെഡ്ഷീറ്റ് കൊണ്ടുവന്ന് നസീർ സാറിനെ കാണിച്ച് ഞാൻ പറയും, ഇത് വിറ്റ് കഴിഞ്ഞാൽ എനിക്കൊരു 10-25 രൂപ കിട്ടും. ഓരോ ബെഡ്ഷീറ്റിന് 25 രൂപ വെച്ച് കിട്ടും. ഓ അങ്ങനെയാണ് വേഗം പുള്ളി അതിൻ്റെ ഒരു വർണ്ണനുണ്ട്. എന്ത് രസമായിരിക്കുന്നല്ലേ മീനെ, എന്ത് ഭംഗിയായിരിക്കുന്നു. എല്ലാവരും കാണിച്ച് ഒന്ന് എടുക്കണം മീനെടുക്കണം, വിജയം എടുക്കണം. എന്ത് രസം, നല്ല ഭംഗിയല്ലേ. ഈ അസ എന്ന് പറഞ്ഞത് അസെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ പറയാം. എന്താ അസേ? അസെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരാളെ വിളിക്കുന്നത് അസ എന്നാണ്. അല്ല, എന്താ ബ്രോ എന്ന് പറയുന്നില്ലേ? ബ്രോ എന്താ ബ്രോ അതിന്റെ വേറെ വെർഷൻ അന്നത്തെ കാലത്തുള്ള അസേ. എന്താ വളരെ ഷീലാമ്മയ്ക്ക് ഓർമ്മയുണ്ട്, നമ്മള് കണ്ണപ്പനുണ്ണി പിന്നെ അവിടെ ഇടുക്കിയിൽ ഡാമിലെ മറ്റോ പോകുമ്പോഴേ നമ്മള് താമസിക്കുന്ന ഒരു ജീപ്പിൽ കയറി നമ്മളെല്ലാവരും പോകുമ്പോ ഒരു മറിയാമ്മ ചേട്ടത്തിയുടെ ഒരു ചെറിയ ചായക്കടയുണ്ട്. അവിടെ പുട്ടും കടലും കഴിക്കാം. പിറ്റപ്പോ പറഞ്ഞു വെച്ചു നാളെ ഞങ്ങൾ വരും. ഇന്നും അതിലെ പോകുമ്പോ അവിടെ കഴിച്ചു വെച്ചു. ഷീലാമ്മയ്ക്ക് നമ്മള് ഇപ്പം ഒരു പാട്ടെടുക്കുകയാണ്. അവിടെ ഇപ്പം ചെറിയ പാട്ടൊക്കെ ആണെങ്കിൽ അതിന്റെ ഒരു കൊറിയോഗ്രഫിയുടെ ഏരിയയിൽ ഇപ്പൊ ഷീലാമ്മയ്ക്ക് വേണമെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഷീലാമ്മ ഒരു സീൻ അഭിനയിക്കുമ്പം ആ സീൻ ഇന്ന തരത്തിൽ ചെയ്യാം. ഒരു ഡയറക്ടർ ഉണ്ടെങ്കിലും ചിലപ്പം കോ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ പറയാറുണ്ടല്ലോ. അങ്ങനെ അഭിനയത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നസീർ സാർ അന്നത്തെ കാലത്ത് ഡാൻസ് മാസ്റ്റർ കൊറിയോഗ്രാഫി അല്ല, ഡാൻസ് മാസ്റ്ററേ അല്ല. പൂന്തേൻ അരുവി എന്നൊക്കെ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ, അത് ഞങ്ങളുടെ ഇഷ്ടത്തിനാണ് ഞങ്ങൾ ഓടിയത്. ഡാൻസ് മാസ്റ്റർ എവിടെ? ഡാൻസ് മാസ്റ്റർ കൊറിയോഗ്രാഫി. ഞാൻ തിരിച്ചു വന്നപ്പോ കൊറിയോഗ്രാഫി ഡാൻസ് മാസ്റ്റർ. എന്തിനാ ഡാൻസ് മാസ്റ്റർ അങ്ങനെ ചോദിക്കും. അങ്ങനെയില്ല. അപ്പൊ പക്ഷെ എന്ത് മണ്ടത്തരം പറഞ്ഞാലും ഡയറക്ടർ പറയുന്ന പോലെയേ ഞങ്ങൾ ചെയ്യുള്ളൂ. ഡയറക്ടർ പറയുന്ന അപ്പുറം ഞങ്ങൾ ചെയ്യത്തില്ല. ഡയലോഗ് വരയ്ക്ക് അവർ എഴുതി വെച്ചത് മാത്രമേ, അതും നാടകത്തിൽ വേണ്ടിയേ എഴുതി വെച്ചതായിരിക്കും. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, പിന്നെ ഇനിയൊന്ന് അഗ്നിപുത്രി, ഇതൊക്കെ നാടകത്തിൽ വന്നതല്ലേ. അപ്പോൾ അവർ നാടകത്തിലുള്ള ഡയലോഗ്സ് അത് അപ്പുറം ഇപ്പുറം പറയാനും അവർ സമ്മതിക്കില്ല, ഞങ്ങൾ പറയത്തില്ല. അത് നമ്മൾ പറയുന്നു, എനിക്ക് വയ്യ, ഞാൻ പോവാണെന്ന് പറയാം. എനിക്ക് വയ്യ, ഞാൻ പോവാണ്, അങ്ങനെ പറയാൻ പാടില്ല. എനിക്ക് വയ്യ, ഞാൻ പോവാണ്.
അതെ. ഇപ്പോഴത്തെ ആണെങ്കിൽ എനിക്ക് വയ്യ, ഷോ ഞാൻ പോവാണ്, അങ്ങനെ റിയാക്ഷൻ കൊടുക്കാം. ആ. അങ്ങനെയൊന്നും പാടില്ല. എന്താ നിങ്ങൾ അങ്ങനത്തെ റിയാക്ഷൻ? അതൊന്നും വേണ്ട, അത് ഡയലോഗ് അങ്ങ് പറഞ്ഞാൽ മതി, ആ, അല്ലേ? അതെ. ഇത്രയേ ഉള്ളൂ. നമുക്കൊന്നും സ്വാതന്ത്ര്യമേ ഇല്ല അഭിനയിക്കാൻ. എന്നിട്ടും അതിന്റെ അപ്പൊ ഇടയിൽ പിന്നെ അപ്പൊ സെറ്റില് ശരിക്കും അങ്ങനെ സ്വാതന്ത്ര്യം പോകുമ്പോഴേ അഭിനയം കുറച്ചുകൂടെ പ്രഷറുള്ള ഒരു പണിയും കൂടെ ആവും. പ്രശ്നം വേണ്ടേ? പ്രഷറേ നമുക്ക് ഇതുമായിട്ട് പ്രഷറാണ്. നമ്മുടെ മനസ്സിൽ ഇത് കണക്കല്ല, സമ്മർദ്ദമുണ്ട്. കുറെ ആദ്യം അറിയില്ല, പിന്നെ കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ട് ചെയ്യണം തോന്നുന്ന ഒരു കാലം വരില്ലേ? പിന്നെ ശീല അതെ. സെറ്റില് ലൈവ് അല്ലായിരുന്നു നമുക്ക്. ആ, പിന്നെ അതെ, ഡയലോഗ് ഒന്നും ലൈവ് ആയിരുന്നു. ക്ലാപ്പ് വരുമല്ലോ. അതിന് ഈ എന്ത് ക്ലാപ്പില് ഈ അടിക്കുന്ന ഒച്ച വന്നത് തന്നെ ഈ സൗണ്ട് സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെ ആ അടിയുടെ ശബ്ദത്തിന്റെ ക്ലിക്കിലാണ് സൗണ്ട് അങ്ങറ്റോ ഇങ്ങറ്റോ. അതെ ഇത് പറയുമ്പോഴേ ഒരു കാര്യം ഓർക്കുന്നത്, നമ്മുടെ രാമു കാര്യറ്റില്ലേ, ആ. ചെമ്മീന്റെ ഉവ്വ്. ഡയറക്ടറാണ്. അങ്ങേർക്ക് അഭിനയിക്കണമെന്ന് വലിയ ആശയാണ്. ഓ. ഭയങ്കര ആശയമാണ്. അഭിനയത്തോടൊക്കെ വലിയ ഇഷ്ടമാണ്. രമണൻ എന്നൊരു പടം എടുത്തു. രമണൻ ഉം. ഓർക്കുന്നുണ്ടോ? ഉണ്ട്, ഉണ്ട്. രമണൻ ചന്ദ്രൻ. കാനനശാല ആ. അഭിനയിക്കാൻ ആ പടത്തില് അങ്ങേരാണ് എൻ്റെ മുറച്ചെറുക്കൻ. അപ്പൊ അവിടെ നിന്ന് ഇവിടെ വരണം. ഓ, പെണ്ണങ്ങ് വളർന്നു പോയല്ലോ എന്ന് എന്നെ നോക്കി പറയണം. അവിടെ വന്നു, ഓ കട്ട് 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 അത്രയും വരത്തുള്ള. പിന്നെ ടേക്ക് 4 സീൻ നമ്പർ 5 ടേക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിക്കില്ലേ, ആ പെണ്ണെ വളർന്നു, വേണ്ട 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 വേണ്ട. അങ്ങേര് ക്ലാപ്പ് കാണാൻ പാടില്ല. ആ. ക്ലാപ്പ് ഇല്ലെങ്കിൽ ഞങ്ങൾ അഭിനയിക്കും. പക്ഷെ ക്ലാപ്പ് ഇല്ലെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഒക്കില്ലല്ലോ ആ കാലത്ത്. അതെ അതെ എഴുതണം. എഡിറ്റിംഗ്. അപ്പൊ ഡയറക്ടർ പറഞ്ഞു ലാസ്റ്റ് ക്ലാപ്പ് കൊടുക്കാന്ന് പറഞ്ഞു. എന്റെ അപ്പൊ ക്ലാപ്പ് അങ്ങേര് കഴിഞ്ഞ് പറഞ്ഞ പിന്നെ ഓടി വന്ന് ക്ലാപ്പ് എടുക്കും. അങ്ങനെ ഇത്രയും 2-3 പടം ചെയ്യുന്ന പടത്തിൽ ഒരാൾക്ക് അങ്ങനെ 2-3 പടത്തിൽ അങ്ങേര് എന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. രാജൻ എന്നോ മറ്റല്ല കഥാപാത്രത്തിന്റെ പേര് വിദേശത്തുനിന്നോ മറ്റോ അമേരിക്കയിൽ നിന്ന് വരുന്നതായിട്ടോ എങ്ങനെയോ ഒരു കഥാപാത്രം വരുന്ന ഞാൻ ഒരാൾ. ഇവനെ പറ്റിച്ചോണ്ട് അവന്റെ കൂടെ പോവും. അതെ, ഈ നമ്മൾ വളരെ വലിയ ഇവരുടെ ഒരു ജീവിത തിരക്കിനൊക്കെ ഇടയിൽ ചിലപ്പോൾ ചില ചെറിയ കാര്യങ്ങൾ സാധിച്ചെടുക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ ഒന്നുകൂടെ അപ്പച്ചൻ ചേട്ടൻ്റെ ഒരു കാര്യമാണ്. അപ്പച്ചൻ ചേട്ടൻ നമ്മളിതിക്ക് ഇങ്ങനെ ഈ പഴയ കഥകൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, നസീർ സാറിന് പൊറോട്ട മേടിച്ചു കൊടുക്കും എന്തോ ചെയ്തു. അതെ അതെ. അതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസിൽ ചേരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സ്വീകരണം കഴിഞ്ഞ പിന്നെ കുറച്ചുകൂടി ഞങ്ങൾ അടുപ്പമായി. അപ്പം ഈ കോൺഗ്രസ് നേതാക്കന്മാരോട് പറഞ്ഞു അപ്പച്ചൻ കൂടി ഇരിക്കട്ടെ പ്രസംഗിക്കാൻ പോകുമ്പോഴോ. അപ്പോൾ രാവിലെ തൊട്ട് പ്രസംഗിച്ച് ഒരു 11 മണിയായിട്ടും ഒന്നും കൊടുക്കുന്നില്ല, ചായയില്ല കാപ്പിയില്ല ഒന്നുമില്ല. അപ്പം തോട്ടപ്പള്ളി ഇങ്ങോട്ട് പോരുമ്പോൾ എന്നോട് പറഞ്ഞു, അപ്പച്ചൻ അറിയാമല്ലോ എന്നെ ഉദയസ്റ്റുഡിയോയിൽ എങ്ങനെയാണ് സ്വീകരിക്കുന്നതും തരുന്നതൊക്കെ. രാവിലെ അത് കഴിഞ്ഞ് ജ്യൂസ്, അത് കഴിഞ്ഞ് പിന്നെ ടിഷ്യൂ പേപ്പർ ഇട്ട് ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് അത് കൊടുത്ത്, അങ്ങനെ എല്ലാം നോക്കി ഒരു രാജാവിന് കൊടുക്കുന്നതൊക്കെയാണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് എന്ത് പറ്റിയെന്ന് അറിഞ്ഞു, ചായ പോലും തന്നിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ വണ്ടി നിർത്താൻ പറഞ്ഞു. വളഞ്ഞ വഴി ഒരു ഇക്കയുടെ കടയിൽ ഞാൻ പറഞ്ഞു നസീർ സാറാണ് വണ്ടിയിലിരിക്കുന്നത്, അതുകൊണ്ട് പൊറോട്ട ഇല്ലല്ലോ, ഇതാരാണപ്പോൾ നമ്മുടെ കടയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് പറഞ്ഞ് പുള്ളി ഓടി വരിക സാധനമൊന്നും എടുക്കാതെ. ഇവിടെ വന്ന് നസീറിനെ കണ്ടെന്ന് തോന്നിയിട്ട് പറഞ്ഞു പടച്ചോരെ ആരും ഇവിടെ കൊണ്ടുവന്നത്, അതൊക്കെ ഇരിക്കട്ടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ? അയ്യോ എന്ത് വേണേ അപ്പോൾ കൊണ്ടുവരാമല്ലോ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് 2 പൊറോട്ടയും വളഞ്ഞ പച്ചപ്പഴവും ഒരു ചായയായിട്ട് കൊണ്ടുവന്നു. ഇത് കൊടുത്ത് കഴിച്ചപ്പോൾ എന്ന് പറഞ്ഞു സ്വർഗം കിട്ടിയ പോലെ ഉണ്ട് അപ്പച്ചാന്ന്. അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞു അപ്പച്ച പൈസ കൊടുത്തേക്കാൻ പറഞ്ഞ. പടച്ചോനെ എന്തിന് പൈസ, പടച്ചോനെ എന്നെ കാണിക്കാനെങ്കിലും കൊണ്ടുവന്നില്ല ഇവിടം വരെ, നമുക്ക് പൈസ ഒന്നും വേണ്ട ഇനിയും വരണമെന്ന് എന്ന് പറഞ്ഞു. അവിടെ പൊറോട്ട തിന്നാനായിട്ട് അത് അല്ല അതൊക്കെ അല്ലാതെ ഞാൻ- ഒന്നിനും പരാതിയില്ലല്ലോ. ഒന്നിനും വരാതെ. പരാതിയില്ല. ആളുകൾക്ക് സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ മനസ്സ് ഒരു അവസരം കിട്ടുക അതെ. ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ആ സമയത്ത്. ഇപ്പൊ നമ്മളിപ്പോ യാദൃശ്യമായിട്ട് അവിടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ നസീർ സാറിനെ പറ്റി ഒരു ഓർമ്മകൾ പങ്കുവെക്കുന്ന ഒരു എപ്പിസോഡ് ചെയ്താൽ സ്വാഭാവികമായിട്ട് അതിൽ ഒരുപാട് ലെജൻസിന്റെ പേരുകൾ വന്നു പോകും. ദാസേട്ടൻ വരും, അതെ പി സുശീല വരും, അതെ ഈ ഭാസ്കര മാഷ് വരും, വയലാർ വരും, ദേവരാജ മാഷ് വരും, ONV ദക്ഷിണാമൂർത്തി, കോമ്പിനേഷൻ. അങ്ങനെ എത്ര മഹാത്മാക്കളുടെ പേരുകളാണ് നമുക്കൊരു എപ്പിസോഡിൽ പറയാൻ പറ്റുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ് അല്ലേ? ഒരുപാട് പേരുകളുടെ അതെ, പേര് അതെ, നമ്മൾ അറിയാണ്ട് പറഞ്ഞു പോകുന്നുണ്ട് ഈ ഒരു ഇത്തരത്തിലൊരു എപ്പിസോഡ് ചെയ്യുന്ന കാര്യത്തില്. ഷീലാമ്മ ശരിക്കും ഈ രണ്ടാമത് വന്നത് എത്ര കൊല്ലം കഴിഞ്ഞിട്ടായിരുന്നു? 18 കൊല്ലം കഴിഞ്ഞിട്ട്. 18 കൊല്ലം കഴിഞ്ഞിട്ട് 18 കൊല്ലം കഴിഞ്ഞ്. അപ്പോഴത്തേക്ക് വലിയ മാറ്റമല്ലേ സിനിമയിൽ വരുന്നത്? ഭയങ്കര മാറ്റം. സിനിമ തന്നെ മാറിയല്ലേ? സിനിമയൊക്കെ അല്ല, അത് തന്നെ ട്രോളിയും അതും വന്ന് ഇരുമ്പ മരമായിരുന്നു ഇതായിരുന്നു. ഇപ്പോഴാണ് ഭയങ്കര മാറ്റം. ആ. കാരണം ഞാൻ ഒരു ആഡ് പോയി ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ ഗ്രീൻ മാറ്റ് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല, എനിക്ക് അറിയില്ല ഗ്രീൻ മാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ തള്ളാനായിട്ട്. ഇങ്ങനെ തള്ളുമ്പോൾ ഞാൻ വലിയൊരു മതിൽ കെട്ടി ഇങ്ങനെ തള്ളി പൊട്ടിക്കുന്നു എന്ന്.
ഗ്രീൻ മാറ്റില് ഞാനിങ്ങനെ കാണിച്ചാൽ മതി താഴെന്ന്. ആ ഇതാ ഇപ്പോഴാണ് ഭയങ്കര അതിന് അതാ മനസ്സിനക്കരയ്ക്ക് അപ്പുറം വന്നതില്ലേ ഈ ഗ്രീൻ മാറ്റൊക്കെ. ആണോ? മനസ്സിനക്കര വന്ന് 10, 15, 20 കൊല്ലം ആയില്ലേ. അപ്പൊ അന്ന് ഷീലാമ്മയുടെ പാട്ടിലാണോ ഒരു അലമാരയുടെ മേളിലൊരു കുടമായിട്ട് ആ അതന്നെ അതൊക്കെ മല്ലിറാണി എന്ന് പറഞ്ഞൊരു ക്യാമറമാനാണ്. അങ്ങേന്റെ കഴിവാണ് വാസ്തവത്തിൽ. വാഴവേ മായം. അതെ ഞാൻ പറഞ്ഞുതരാം. സീതാ അതന്നെ അതെ ആ പടത്തില്. അതെ ഞാൻ പറഞ്ഞില്ലേ ഈ ക്യാമറയുടെ മുൻവശത്ത് ഇങ്ങനെ നാല് ക്യാരക്ടർ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അങ്ങേരാണ് അത് മുഴുവനും. അങ്ങേരത്തെ വലിയ ക്യാമറമാനായിരുന്നു മല്ലിറാണി. എന്റെ ഒരുപാട് ഞാൻ ഡയറക്റ്റ് ചെയ്ത പടത്തിനും അങ്ങേരായിരുന്നു ക്യാമറമാൻ. അത് അതില് അന്ന് ഈ അലമാരയുടെ മേളത്തെ ഡാൻസ് ഒരു അന്നത്തെ സെറ്റപ്പില് പേര് ഓർക്കുന്നുണ്ടോ? ഏതാ? ഈ പടം വാഴവേമായി ഇപ്പൊ പറഞ്ഞു. വാഴവേമായം. ശരിയാ. അന്നേ അത്രയും ആ കാലത്തെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെമ്മീനിലെ ലാസ്റ്റ് ചുഴലൊക്കെ വരുന്നില്ലേ, എന്ത് പാടുപെട്ടാന്നറിയോ അവരെടുത്തത്. വെള്ളം താഴെ വെച്ചിട്ട് അതിന്റെ അകത്ത് വന്ന് ഒരു എന്തോന്നാ ഒരു ഫാൻ മാതിരി ഒരെണ്ണം താഴെ വെച്ചിട്ട് ചുറ്റാൻ വേണ്ടി, ചുഴി വരാൻ വേണ്ടി എന്ത് പാടുപെട്ട ക്ലോസപ്പിൽ അത് എടുത്ത് പിന്നെ അത് ലോങ് ഷോട്ടിൽ വെച്ച്. ഇപ്പോഴാണെങ്കിൽ എന്ത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഒന്നില്ലാത്ത കാലത്താണ് അത് എടുത്തതെന്നുള്ളത് ഓർക്കണം. വലിയ ടെക്നീഷ്യന്മാരും ക്യാമറ അല്ലേ? കുഴക്കുന്ന ചോദ്യം ചോദിക്കും എന്നോട്. ഷീലാമ്മ പറഞ്ഞ ശേഷം വാഴവേമായം പറഞ്ഞ സ്ഥിതിക്ക് ചോദിക്കുകയാണ്, അലമാരിയുടെ മുകളിൽ ഡാൻസ് കളിക്കുമ്പോൾ വരുന്ന വരി ഏതാണ്? സീതാദേവിയിൽ ഏത് വരി? അത്രേ പറ്റത്തുള്ളൂ. കല്ലിൽ കൊത്തി വെച്ച കവിതേ നിന്റെ കനക. അല്ല അത് കുഞ്ചേട്ടൻ ഒരു 2 വരി പാടിയാല് അത് കുഞ്ചേട്ടൻ പാടും ചേട്ടാ. കല്ലിൽ കൊത്തി വെച്ചത് തൊട്ട്. കല്ലിൽ കൊത്തി വെച്ച കവിത പ്ലീസ് അങ്ങനെ പറയുന്നു. കുഞ്ചേട്ടൻ 2 വരി പാടും. ഇല്ലെങ്കിൽ ഞങ്ങള് അല്ല എനിക്കറിയാൻ വയ്യത്, ഞാൻ കേട്ടിട്ടുണ്ട്. അത്ര ശരി അപ്പച്ചൻ ചേട്ടൻ തന്നെ പാടും. അതല്ലേ പാടും. അത് ഞങ്ങള് കൊത്തി വെച്ച കവിതേ അത്രേ പറ്റുള്ളൂ. നിന്റെ കനകച്ചിലങ്ക കിലുങ്ങിയെ ഷാരടി നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. ഇല്ലില്ല ഞാൻ ഗാനഗന്ധർവൻ. നമുക്ക് ഒരു വീഡിയോയും കൂടെ കാണാം. ഞാൻ എൻ്റെ അഭിനയ ജീവിതത്തിൽ ഒരേ ഒരു പടമേ നസീർ സാറുമായിട്ട് ചെയ്തിട്ടുള്ളൂ. അത് ജസ്റ്റിസ് രാജയാണ്. പക്ഷെ എക്കാലത്തും ഓർമ്മ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഓർമ്മ നിലനിർത്തുന്ന ഒരു വ്യക്തിപ്രഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം ഒരു താരതമ്യേന പുതുമുഖമായ എന്നെ, എൻ്റെ 2ാമത്തെയോ 3ാമത്തെയോ പടമാണ്, പുതുമുഖമായ എന്നോട് ആ വേർതിരിവ് കാണിക്കാതെ വളരെ വർഷങ്ങളായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെപ്പോലാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. അപ്പം അദ്ദേഹം ആഹാരം എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുവരും, അദ്ദേഹം അത് കഴിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ അടുത്തിരിപ്പുണ്ടെങ്കിൽ എന്നെ അടുത്തു വരൂ, ഇത് കഴിക്കൂ എന്ന് പറഞ്ഞ് പാത്രമൊക്കെ തുറന്ന് എന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കുമായിരുന്നു. അതായത് സിനിമയുടെ ചരിത്രത്തിൽ ഇത്രയും സ്നേഹസ്വരൂപനായ ആർദ്ര ഹൃദയനായ ഒരു വേറൊരു വ്യക്തി ഇല്ലെന്ന് തന്നെ പറയാം. എല്ലാവരെയും സഹായിക്കുന്ന, പ്രൊഡ്യൂസേഴ്സ് ഉൾപ്പെടെ മറ്റു സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന സിനിമയിലെ സുഹൃത്തുക്കളെയെല്ലാം ഒരേ കരുതലോടെ സംരക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. മോഹൻ ജോസേട്ടനൊക്കെ ഇങ്ങനെ നമ്മൾ അനുഭവങ്ങൾ ചോദിക്കുമ്പോൾ ഒരിക്കൽ കണ്ട ആള് ഒരിക്കൽ വർക്ക് ചെയ്ത് ഇപ്പോൾ പറഞ്ഞ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ചില ആളുകളിലോട് നമ്മൾ ചിലപ്പോൾ ഒരു കൊല്ലം ഒന്നിച്ചുണ്ടായാൽ പോലും നമ്മൾ ഓർക്കാൻ ഒരു അനുഭവം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പല ആളുകളോടും നമ്മൾ കുറേ നേരമൊക്കെ ഒന്നിച്ചിരുന്നിട്ട് പിരിഞ്ഞു പോയാൽ കുറച്ച് കഴിയുമ്പം മറന്നു പോകും. ചില ആൾക്കാർ നമ്മുടെ അടുത്ത് പോയി കഴിയുമ്പോൾ നമുക്ക് അവരെ പറ്റി കുറേ ഓർമ്മകളുണ്ടാവും, അവരൊരു കുറച്ച് ഓർമ്മകൾ നമ്മളിൽ അവശേഷിക്കും അല്ലേ? അത്തരത്തിലുള്ള ഒരാൾ തന്നെയായിരുന്നു പ്രേം നസീർ സാർ. ഷീലാമ്മ, ഇപ്പം ഇത്രയധികം സിനിമകളുണ്ട്, എങ്ങനെയൊക്കെ നമ്മൾ ശ്രമിച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ പാട്ടായിട്ടും സീനായിട്ടും മൊബൈലിൽ തട്ടുമ്പോഴും ഒക്കെ ഇതിങ്ങനെ പോപ്പപ്പ് ചെയ്ത് നമ്മുടെ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും. ഷീലാമ്മയുടെ ഒരു ആ കാലഘട്ടത്തിലെ സിനിമകളുടെ കാണൽ ഇപ്പോൾ എന്തളവിലുണ്ട്? അന്ന് കാണാൻ വിട്ട പടങ്ങൾ ഇപ്പൊ ടി വിയിലൊക്കെ മാറ്റുമ്പോൾ ദൈവം ഇത് ഞാൻ ഒരുപാട് സംഭവങ്ങൾ. അതായത് തോക്കുകൾ കഥ പറയുന്ന ഒരു പടം, അത് ഞാൻ കണ്ടിട്ടേ ഇല്ല. അത് വന്ന് ഇതിലാണ് കണ്ടത്, ഞാൻ ടി വിയിലാണ് കണ്ടത് ഞാൻ. അങ്ങനെ ഒരുപാട് ഞാൻ തന്നെ വിചാരിക്കും, അയ്യോ ഇത് ഞാൻ അഭിനയിച്ചോ,
നമ്മൾ അഭിനയിച്ചോ എന്ന് തന്നെ സംശയം തോന്നുന്നു. ഈ പടത്തിൽ ഞാൻ അഭിനയിച്ചു, ഈ പടത്തിൽ ഞാനുണ്ട്. മിണ്ടാ പെണ്ണിന് ഒരു പടം, അത് നോക്കിയപ്പോ അതിന് ഞാനും ശാരദയും. അയ്യോ ശാരദയല്ലേ, ഞാനുണ്ടോ ഇതില്? പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പല പടങ്ങളും ഞാൻ ഇപ്പോഴാണ്, മുത്തശ്ശി എന്നൊരു പടം, അതും ഇപ്പോഴാണ് കാണുന്നത്. വെരി ഓൾഡ് മലയാളം മൂവീസ് എന്ന് പറഞ്ഞിട്ടാ അത് വരുന്നുണ്ട്. ഇപ്പൊ നെറ്റിലും ടിവിയിലൊക്കെ അത് എല്ലാം വരുന്നുണ്ട്. മലയാളം പടങ്ങളില് മലയാളം മൂവീസ് എന്ന് പറഞ്ഞിട്ടിട്ട് പിന്നെ വെരി ഓൾഡ് മലയാളം മൂവീസ് എന്ന് പറഞ്ഞിടണം. വിട്ടാ ഇതൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ടി വി ഉള്ളതുകൊണ്ട് അവസരമുണ്ടല്ലോ. അന്ന് സിനിമ കാണാൻ എങ്ങനെയായിരുന്നു? ഞാൻ ഇതിനിടെ ചോദിച്ച പോലെ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ നിങ്ങൾക്ക് പറ്റുമായിരുന്നു? ഇല്ല, സിനിമയിലൊക്കെ പോയി മലയാളം പടങ്ങൾ ചെന്നൈയിൽ റിലീസാവില്ല. ഓ, ഒരിക്കലും റിലീസ്. ആ ഒരു ചെമ്മീൻ മാത്രം വന്ന് കുറേ കാലമായിട്ട് ഓടി. പിന്നെ ആ നിമിഷം എന്നൊരു പടം, ആ പടം ഓടാൻ എന്താണെന്നറിയോ കാരണം? ശ്രീദേവിയാണ് അതിൽ അഭിനയിച്ചത്. അപ്പം അതിൽ ചെറിയ പാവാട ഇട്ടിട്ട ഒരു ബാനർ മുകളിലിങ്ങനെ, മുകളിലാണ് ശ്രീദേവി ഞാനും അതുമൊക്കെ ഞങ്ങളുടെ മുഖങ്ങൾ ശ്രീദേവി നിൽക്കുന്ന പോലെ. അപ്പോൾ റിയലായിട്ട് അതിൻ്റെ ആർട്ട് ഡയറക്ടറൊക്കെ വന്നത് ശശിയാണ്, എ വി ശശിയാണ്. അപ്പോൾ ശ്രീദേവി ഇട്ടിരിക്കുന്നത് റിയൽ, ആ ബാനറിൽ റിയലായിട്ടുള്ള ഒരു പാവാട, അത് ഇതുവരേക്കുള്ള പാവാട. അത് കാറ്റ് വരുമ്പോൾ ഇങ്ങനെ പോകും, ആൾക്കാരൊക്കെ ഇങ്ങനെ എന്തു ട്രാഫിക് ജാമാന്നറിയാം അവിടെ നിന്നോണ്ട്. പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു അങ്ങനെ കാത്തിരുന്ന് അങ്ങനെ ആ പടം അവിടെ ഭയങ്കരമായിട്ട് ഓടി. പിന്നെ ചെമ്മീൻ ഞാൻ അവിടെ പോയി, ഞാനും ജയലളിതയും കൂടെ ഒരുമിച്ച് പോയി കണ്ട പടമാണത്. പിന്നെ വന്ന് ഇവിടെ പടം കാണാനേ ഒക്കില്ല. ഒരിക്കൽ ഞങ്ങളൊരു പടത്തിന് പോയിരുന്നു, ഞാനും സത്യൻ സാറും കൂടിയാണ് പോയത് ആ പടം കാണാനായിട്ട്. പിന്നെ വേറെ ഞങ്ങളുടെ കൂടെ ടച്ചപ്പനും കിച്ചപ്പനും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ വന്നിരുന്നു. അപ്പം അവരറിഞ്ഞു ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന്. നസീർ സാറുണ്ടായിരുന്നു, നസീർ സാറുണ്ടായിരുന്നു. അത് 3 പേരും കൂടിയാണ് പോയത്. അവരറിഞ്ഞു ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന്. ഉടനെ തിയേറ്റർ പടം കാണാൻ നിർത്തിയ ഒരു പടം. ഉടനെ ഞങ്ങൾ പുറകെ ഒരു വഴിയുണ്ട്, അതിൽ കൂടെ കയറി വേറൊരു വീട്ടിൻ്റെ ഓട്ടിൽ കയറി വേറൊരു ആഭരണക്കടയുടെ മുകളിൽ കൂടി കയറി താഴെ ഇറങ്ങിയിട്ട് അങ്ങനെയാണ് പോയത്. പോകാനെ മുക്കത്തില്ല. ഇപ്പൊ നസീർ സാറും ഷീലാമയും സത്യമാഷും കൂടെ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ ഇപ്പോഴെങ്കിലും ആർട്ടിസ്റ്റിനെ വന്ന് വല്ലപ്പോഴും ഇവിടെയൊക്കെ ഷൂട്ടിങ് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ വല്ല വീടുകളിലൊക്കെ പോയാ മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ട്, ആ വീട്ടിന്റെ മുറ്റത്ത് പോയി നിന്നാൽ കുറച്ചു നേരം അവരെ കാണാം. അതേമാതിരി ലാലാണെങ്കിലും ലാലിന്റെ ഒക്കെ കാണാം. അന്ന് ഞങ്ങളെയൊക്കെ കാണണമെങ്കിൽ ചെന്നൈക്ക് വരണ്ടേ? അല്ല, ഈ ഫ്ലോറിലെ ഷൂട്ടിങ്ങുകൾ ഇത്രയും കുഞ്ചേട്ടനൊക്കെ ആദ്യം ഷൂട്ടിങ്ങുകൾ നടക്കുന്നത്. അപ്പൊ ഒരു ഔട്ട്ഡോർ പരിപാടികൾ തുടങ്ങിയതിന് ശേഷം അതിന്റെ ഒരു എൻജോയ്മെന്റ് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക്? അല്ല, മറ്റേ എല്ലാം സൈലന്റ് ആണ്. ഫ്ലോറിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇതാകുമ്പോൾ തുറന്ന ഫിയായ്സ്, ഒരുപാട് ജനങ്ങൾ കാണാൻ. ഇപ്പം നമുക്ക് ഒന്നുകൂടെയൊക്കെ ഇതിനെയൊക്കെ പൊലിപ്പിക്കണമെന്നുണ്ടാവും. അത് ജനങ്ങൾ നോക്കുമ്പോഴാണ് നമ്മളൊരു സ്റ്റാർ ആണെന്ന് നമുക്ക് തോന്നി തുടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അതെ, പിന്നെ ഉണ്ടല്ലോ നമ്മൾ കുഞ്ചേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിനുള്ളിൽ അറിയാതെ ഒരു സ്റ്റാർഡം അറിയാതെ വരും. പ്രായോഗികമാണ് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ. നമ്മളിങ്ങനെ 10 പേര് കാണുമ്പോൾ പിന്നെ ഞാനും മഞ്ജു വാര്യരും കൂടി ഏതോ ഒരു പടത്തിലിരിക്കുമ്പോൾ ഈ ഇളക്ക് പിള്ളേരുണ്ട് ചിലവർ. ഇങ്ങനെ വന്നിട്ട് മഞ്ജു ചേച്ചിനെ മനസ്സിലായി, എന്താ ചേട്ടൻ മനസ്സിലായില്ല, മനസ്സിലായില്ല, ഇല്ല മനസ്സിലായില്ല, നമ്മുടെ മഞ്ജു വാര്യർ ബ്രദർ കുഞ്ചു വാര്യർ. ഇപ്പൊ മനസ്സിലായോ? പിന്നെ കണ്ടില്ല. ഈ ഇലക്ക് പോലെ അന്നേ ഷീലാമ ചേച്ചി ആരാധകരുടെ ഒരു പരിപാടി എങ്ങനെയായിരുന്നു? ഇപ്പം ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാം, അല്ലെ കമന്റ് ഇടാം, അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. ഒരാൾക്ക് നിങ്ങളുടെ അടുത്തെത്തുക, നിങ്ങളോട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പാടാണല്ലോ. ഇപ്പൊ ഗിഫ്റ്റുകൾ കൊണ്ട് തരുവോ, അല്ലെങ്കിൽ ചിലർക്ക് നിങ്ങളെ കാണണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു വരുമോ? അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക്? അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ട്രെയിനിൽ ഞാനിങ്ങനെ ഷൊർണൂർ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് ഒന്നും ഇല്ലല്ലോ. ഷൊർണൂർ ഷൂട്ടിംഗ് ആണെങ്കിൽ നമ്മൾ ട്രെയിനിലേ പോകണം. ഇങ്ങനെ കൈ വെച്ചോണ്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. ഒരു ഓടി വന്നു, ഒറ്റ കടി തന്നെ ഇവിടെ ഈ കയ്യിൽ ഇപ്പോഴും അതിന്റെ പാടുണ്ട്. കടിച്ച് ചോര. ഉടനെ ഞാൻ അവിടെ അയ്യോ അങ്ങനെ കടിച്ച് ചോരയൊക്കെ വന്നത് വിഷമാണെന്നൊക്കെ അവരൊക്കെ പറഞ്ഞു. ഉടനെ പോയി എന്തോ ഒരു ഇഞ്ചക്ഷനൊക്കെ ഇട്ടു ഞാൻ. ഞാൻ ആരാധകൻ എന്തെങ്കിലും ഗിഫ്റ്റ് ഒരു സ്ത്രീയാ, പെണ്ണുങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇത്തരമുള്ളൊരു കഥ ഞാൻ കേട്ടല്ലോ. ഒന്നോടൊന്ന് വീഡിയോ വാളി പോയിട്ട് വരാലോ. ഒരു ആരാധകൻ അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ നിന്ന് ചായ, ഇപ്പുറത്തൊരു കടി.
വയ്യ. അതെ. അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ നിന്നൊരു ചായ, ഇപ്പുറത്ത് വന്നൊരു കടി. കടി അടിയോ. എനിക്ക് മനസ്സിൽ സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം മുന്നിലിരുന്ന് ഒരു സ്റ്റേജിൽ പാട്ട് കേൾക്കുന്ന സമയം ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ഒരു തിര പിന്നെയും തിര എന്ന സിനിമയാണ്. മമ്മൂട്ടിയാണ് പാടുന്നത്. ഞാനതിൽ മമ്മൂട്ടിയുടെ സൈഡിൽ നിന്ന് ഗിത്താർ വായിക്കാനുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ രാവിലെ മുതൽ വൈകിട്ട് വരെയും ആ ഷൂട്ടിന് മുമ്പിൽ ഞാൻ സ്റ്റേജിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണാനും സാധിച്ചു. അതെൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത ഒരു സംഭവമായി ഞാൻ കരുതുന്നു. നസീർ സാർ അഭിനയിച്ച സിനിമ രംഗങ്ങളും അദ്ദേഹം അഭിനയിച്ച് പാടിയ ഗാനങ്ങളും ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു സംഗതിയാണ്. ഇതൊക്കെ ഈ പുന്നപ്ര പച്ചൻചേട്ടനെ പോലെ ചില ഗിറ്റാറും അതെ 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 അല്ലെ പടൻ ചില പഴംപൊരിയും പൊറോട്ടയൊക്കെ ഉണ്ടെങ്കിൽ പഴമരും പറയാൻ പുന്നപ്ര പഞ്ചേട്ടൻ പിന്നെ പിന്നെ ചില സിനിമകളൊക്കെ വലിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയായിരുന്നു. മുഖ്യമന്ത്രിയായ സിനിമ ഏതാ? കിങ്. ദി കിങ് എന്ന് പറയുന്ന മമ്മൂക്കയുടെ പടത്തെ മുഖ്യമന്ത്രി, മമ്മൂട്ടി കളക്ടർ. പക്ഷെ ഇപ്പൊ എനിക്ക് ഒരു എന്താ പറയാ, ഒരു മാസ്റ്റർ പീസ് കിട്ടി. ഇപ്പോഴത്തെ പുതിയ പടത്തിനകത്ത് ഒരു 30-35 സീനുണ്ട്. വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഒരു സിനിമയോടുള്ള ഇഷ്ടത്തിന്റെ യാത്രയിൽ 30 സീൻ വരുന്നത് 54 കൊല്ലം കഴിഞ്ഞപ്പോ. ആദ്യത്തെ സിനിമ ഏതായിരുന്നു? ഉദയനന്റെ മകൻ. ഏതാ കൊല്ലം? 68-70 കാലഘട്ടത്ത് അല്ലേ? അതിലല്ലേ ഗുരുവായൂരം? അതെ അതെ അതെ, ആ പാട്ടിനകത്തോളം. നസീർ സാറിന് സിനിമ ഡയറക്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു? ഒന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ചെയ്യണമെന്ന് അങ്ങനെ ഒരു ആഗ്രഹം പറയുമോ അല്ലെങ്കിൽ ഒരു ഷോട്ടിനെ പറ്റി പറയുമോ, ഈ ഷോട്ട് നല്ലത്. ഇപ്പം ഞങ്ങളൊക്കെ പറയാ, ഡയറക്ടർ കൊണ്ടുപോയി ഇത്രയും താഴെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നല്ലോ ക്യാമറ. അപ്പം ഒരു ഇമ്പോർട്ടൻ്റ് ഡയലോഗ് പറയുമ്പോൾ ഫേസിലല്ലേ കൊണ്ടുപോയി വെക്കേണ്ടത് എന്നൊക്കെ ഞങ്ങൾ തമ്മിൽ വേറെ ആർട്ടിസ്റ്റ് എല്ലാവരും, സാധാരണ ആർട്ടിസ്റ്റ് എല്ലാവരും പറയും. പക്ഷെ നസീർ സാർ അങ്ങനെ ഒരിക്കൽ പോലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് വേഷം ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത്. മൈസൂർ ഹൈദരാലി എന്ന് പറയുന്നൊരു പടം ചെയ്യാൻ പറ്റിയില്ല. വലിയ ആഗ്രഹമായിരുന്നു പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്. അതെ, ആ ഒരു വേഷം ചെയ്യണമെന്ന്. മൈസൂർ ഹൈദരാലി. അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു മൈസൂർ ഹൈദരാലി. അദ്ദേഹത്തിന് ഡയറക്ട് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നും അതിനുവേണ്ടി ഇയാളുടെ എല്ലാ കഴിവുള്ള ഒരാളാണ്. പക്ഷെ ഒരു കാര്യത്തിലും പോയി ഇടപെടത്തില്ല, പറയത്തില്ല. ആ ഡയറക്ടറെ പറ്റി കുറ്റം പറയത്തില്ല. കൊണ്ടുപോയി ക്യാമറ എങ്ങനെ വെച്ചിരിക്കുന്നോ അങ്ങനെ വെച്ചതൊന്നും പറയത്തില്ല. അതുപോലെ ഒരുപക്ഷെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കമാൻഡിങ് ആവശ്യമായ ഒരു ജോലിയും കൂടിയാണ് അല്ലേ? അത് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യിച്ചെടുക്കുക എന്ന് പറയുന്നത്. എന്താ സേതുമാധവൻ ഒരിക്കലും കമാൻഡിങ് ആയിട്ട് മിണ്ടിയിട്ടില്ലല്ലോ. സേതുമാധവൻ സാറിലല്ലേ ഒരിക്കലും ഒരു വളരെ പതുക്കെ ഇവിടെ വന്ന് അവിടെ ഇരുന്ന് അവിടെ നിന്ന് ഇവിടെ വന്ന് ഇരുന്നാ മതി കേട്ടോ. അല്ല, അതെന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ ഈ കമാൻഡിങ് പവർ എന്നാണ് ഉദ്ദേശിച്ചത്. കമാൻഡ് ചെയ്യേണ്ട. ചിലപ്പോൾ സേതുമാധവൻ സാർ അങ്ങനെ പറഞ്ഞാലും അതിനൊരു പവർ ഉണ്ടായിരുന്നു. അതിനൊരു പവർ ഉണ്ട്, ചെയ്തു പോകും. ഒരു ഓർഡറായിട്ട് ചെയ്യേണ്ട. അദ്ദേഹത്തിനെ പോലെ ഒരു ഡയറക്ടർ ചിലപ്പം വളരെ സൗമ്യമായിട്ട് പറഞ്ഞാലും അതിന് അത്രയും വെയിറ്റേജ് ഉണ്ടാവും, പറയുന്നവൻ കേൾക്കത്തക്ക രീതിയിൽ. ആ സമയത്ത് ഡയറക്ടേഴ്സ് അത്രയാണല്ലോ. നമുക്ക് വീണ്ടും നസീർ സാറും മധു സാറുമായിട്ടുള്ളൊരു ആത്മബന്ധത്തിന്റെ ഒരു ആത്മബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, 10-30 വർഷം ഒരുമിച്ച് ഏതാണ്ട് ഒരു കുടുംബത്തിൽ കഴിയുമ്പോൾ കഴിഞ്ഞ് അഭിനയിച്ചിട്ടാണ് ഞങ്ങൾ. അപ്പോൾ അഭിനയിച്ചിട്ട് ഞങ്ങൾ 2 നടന്മാരായിട്ടല്ലേ പിന്നീട് ഒരുമിച്ച് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. ആദ്യമൊക്കെ 2 നല്ല പരിചയക്കാർ, അത് കഴിഞ്ഞ് 2 സുഹൃത്തുക്കൾ, പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഫാമിലി മെമ്പേഴ്സ് പോലെ എല്ലാം പറഞ്ഞിട്ട് നസീർ എൻ്റെ കുടുംബത്തിലെ ഒരംഗം. നസീർ മാത്രമല്ല, നസീറിൻ്റെ കുടുംബത്തിലെ അദ്ദേഹത്തിൻ്റെ മക്കൾ പോലും എൻ്റെ ഒരു കുടുംബത്തിലെ അങ്ങനത്തെ പോയെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വളരെ അടുക്കുകയും വളരെ അടുത്ത ബന്ധം പുലർത്തുകയും സ്നേഹം മനസ്സിൽ വയ്ക്കുകയും ചെയ്തിട്ടുള്ള 2 പേരാണ് ഞങ്ങൾ. വളരെ ബഹുമാനത്തോടെ ഷീലാമ്മ, ശ്രീല ചേച്ചി, കുഞ്ചേട്ടൻ, അപ്പച്ചൻ ചേട്ടൻ, നിങ്ങളുടെ എല്ലാം മഹനീയമായൊരു സാന്നിധ്യം കൊണ്ട് നമ്മൾ മലയാള സിനിമയുടെ ഒരു വലിയ കാലഘട്ടത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിച്ചത്. വലിയ ഒരു കലാകാരനെ കുറിച്ചാണ് സംസാരിച്ചത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസക്തിയും മഹത്വവുമെല്ലാം പല രീതിയിൽ വീഡിയോ വാളിലായിട്ട് നമ്മളൊക്കെ പല രീതിയിൽ പറഞ്ഞാലും, അല്ലെങ്കിൽ ഇനിയിരുന്ന് ഒരുപാട് പറയാനുണ്ടെങ്കിലും, ഏറ്റവും ലളിതമായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഒരുപാട് നാളുകൾക്ക് ശേഷം ഇതുപോലൊരു പരിപാടി ഓർമ്മയിലെന്നും എന്ന പേരിട്ട് ആരംഭിക്കുമ്പോൾ ആ പരിപാടിയുടെയും ആദ്യത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ഓർമ്മയായി വരുന്നത് പ്രേം നസീർ സാറാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി.
അതിലാദ്യത്തെ അതിഥിയായി വന്ന ഷീലാമ്മയ്ക്കും ലത ചേച്ചിക്കും കുഞ്ചേട്ടനും അപ്പച്ചേട്ടനും എല്ലാവരോടുള്ള നന്ദി പറയുന്നു. ഈ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ ഓരോ ആഴ്ചയും ഓരോരുത്തരെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. അത് തീരുമ്പോഴേക്കും ഒരു ആൽബം, അവരുടെ ചിത്രങ്ങൾ വെച്ചൊരു ആൽബം ഒപ്പുവെച്ച് സൂക്ഷിച്ചു വെക്കാറുണ്ട്. അപ്പം ആ ഒരു ആൽബം ഒപ്പുവെക്കാൻ വരികയാണെങ്കിൽ വളരെ സന്തോഷം. സംസാരിച്ചത് അത്രയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ കാലഘട്ടത്തെക്കുറിച്ചാണെങ്കിലും ഓരോ ഓർമ്മകളും നിറം പിടിച്ചതാണ്. ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടിയുടെ അടുത്ത അധ്യായത്തിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ